നമസ്കാരം. ലോകത്തെ ആദ്യത്തെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് CNN ഉൾപ്പെടെ നിരവധി ആഗോള മാധ്യമ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും ഉടമയുമായിരുന്ന ടെഡ് ടേണർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അന്തരിച്ചു. വാർത്തയും വിജ്ഞാനവും വിനോദവുമെല്ലാം ലാഭം കൊയ്യുന്ന കച്ചവട സാധ്യതകൾ കൂടിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയവരിൽ ഒരാളായിരുന്നു ടെഡ് ടേണർ. 1991 ഗൾഫ് യുദ്ധം ലോകമെമ്പാടുമുള്ള വീടുകളിലെ സ്വീകരണ മുറികളിൽ ഇരുന്ന് ആളുകൾ ലൈവായി കണ്ടത് CNN-ലായിരുന്നു. ടെഡ് ടേണറുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമരംഗത്തെ ആഗോള മൂലധനത്തിന്റെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പറ്റിയാണ് ഈ ലക്കം മാധ്യമ വിചാരത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. ആഗോള മാധ്യമരംഗത്തെ ചില ലെജൻഡുകൾ ഉടനെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്നത് അവരുടെ മരണം നിമിത്തമാണ്. ഏറ്റവും ഒടുവിലായി മാധ്യമരംഗത്തെ ശ്രദ്ധേയമായ മരണം ടെഡ് ടേണറുടേതാണ്. ടെഡ് ടേണർ എന്ന് പറയുമ്പോൾ CNN എന്ന ചാനൽ ശൃംഖലയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്കാണ് നാം അദ്ദേഹത്തെ അറിയുന്നത്. ആ ശൃംഖലയുടെ സ്ഥാപകൻ എന്നതിൻ്റെ പ്രത്യേകത, ഈ വാർത്ത എന്നത് അത് 24 മണിക്കൂറിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഓരോ പ്രഭാതത്തിലും മാത്രം അറിയേണ്ട ഒന്നാണ് എന്ന അവസ്ഥ വിട്ട് അത് അനുനിമിഷം തൽക്ഷണം അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് എന്ന താല്പര്യത്തിലേക്ക് ലോകത്തെ എത്തിച്ചത് ടെഡ് ടേണർ ആണ്. അദ്ദേഹത്തിൻ്റെ CNN എന്ന വാർത്താ ഏജൻസി, CNN വാർത്താ ഏജൻസിയുടെ സവിശേഷതകൾ നിരവധിയാണ്. ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു അതിൻ്റെ സ്ഥാപനം. 1991 ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് ആ ചാനൽ സ്ഥാപിതമായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ ഒരു റിപ്പോർട്ടറെയും ഫോട്ടോഗ്രാഫറെയും അന്ന് ബാഗ്ദാദിലേക്ക് അയച്ചു. ബാഗ്ദാദിന്റെ രാത്രി ആകാശത്ത് അമേരിക്കൻ ബോംബുകൾ വർഷിക്കുന്ന ആ രാത്രിയിൽ പീറ്റർ ആർനെറ്റ് എന്ന റിപ്പോർട്ടർ പുറത്തിറങ്ങി നിന്നുകൊണ്ട് തൃശൂർ പൂരം കവർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ വെടിക്കെട്ട് കവർ ചെയ്യുന്ന ലാഘവത്തോടെ അന്നത്തെ ബാഗ്ദാദ് ബോംബിങ് കവർ ചെയ്യുകയായിരുന്നു. ലോകത്തിന്റെ സ്വീകരണ മുറികളിലേക്കാണ് ആ അമേരിക്കൻ ബോംബുകൾ വന്ന് പതിച്ചത് എന്ന് പറയാം. ബെർണാഡ് ഷാ എന്ന ധീരനായ ക്യാമറാമാന്റെ പിന്തുണയും സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് CNN പെട്ടെന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചത്. ഈ പീറ്റർ ആർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിയറ്റ്നാം യുദ്ധകാലം ഓർമ്മ വരും. വിയറ്റ്നാമിൽ ആ സൈഗോൺ ബാലികമാരുടെ അന്നത്തെ ബ്യൂറോ ചീഫ് നിരാകരിച്ച ആ പ്രസിദ്ധമായ വാർത്താചിത്രത്തിന്റെ മൂല്യം കണ്ടറിഞ്ഞ് അത് പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത് അയച്ചത് ഈ പീറ്റർ ആർനെറ്റ് ആയിരുന്നു. അപ്പോൾ CNN എന്ന വാർത്താ ഏജൻസി പിന്നീട് ലോകത്തിന്റെ മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ ഒക്കെ സ്വീകരണ മുറികളിൽ അവിഭാജ്യമായ ഒന്നായി മാറി. അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. അക്കാലത്ത് ന്യൂയോർക്ക് ടൈംസും വാൾസ്ട്രീറ്റ് ജേണലും ഒക്കെയായിരുന്നു വിദേശകാര്യ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ഓഫീസ് മുറികളിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് പഴങ്കഥയാക്കി മാറ്റിക്കൊണ്ട് അപ്പോഴപ്പോൾ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അവരെ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരെ, ഉത്തരവാദിത്തമുള്ളവരെ അറിയിക്കുക എന്ന ജോലിയാണ് ടെഡ് ടേണറുടെ CNN ഏറ്റെടുത്തത്. CNN എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 24 അവർ കേബിൾ ന്യൂസ് ചാനൽ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 1980 ആണത് സ്ഥാപിതമായത്. പക്ഷെ അത് ലോകപ്രസിദ്ധമായത്, അതിൻ്റെ നിലപാട് ഉറപ്പിച്ചത് അത് 1991 ഗൾഫ് യുദ്ധത്തോടെയായിരുന്നു. ആ ഗൾഫ് വാർ കവറേജ് ആണ് CNN-ന് അതുല്യമായ സ്ഥാനം ലോകത്തിലെ വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇടയിൽ നേടിക്കൊടുത്തത്. അദ്ദേഹത്തിൻ്റെതായ ചില ശാഠ്യങ്ങളും മത്സരങ്ങളും അങ്ങനെയാണല്ലോ ഈ ബിസിനസ് രംഗത്ത് കയറി വരുന്നത്. നമുക്ക് മാധ്യമ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ രണ്ട് പ്രശസ്ത വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, വില്യം റാൻഡോൾഫ് ഹേഴ്സ്റ്റും ജോസഫ് ക്രുഡ്സറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ,
നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഏറ്റുമുട്ടലിൽ നിന്നാണ് ഈ യെല്ലോ ജേർണലിസം എന്ന വാക്ക് തന്നെ അക്കാലത്തുണ്ടായത്. അങ്ങനെ ആ ഏറ്റുമുട്ടൽ അത് അവരിൽ മാത്രം അവസാനിക്കുന്നതല്ല. എല്ലാ കാലത്തും പ്രഗത്ഭരായ വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ കാലത്ത് മാധ്യമരംഗത്തെ ശ്രദ്ധേയനായ വ്യക്തി അല്ലെങ്കിൽ ഒരു ചക്രവർത്തി എന്നതുപോലും വിശേഷിപ്പിക്കാവുന്നയാൾ റൂപ്പർട്ട് മർഡോക്ക് ആയിരുന്നു. ആ റൂപ്പർട്ട് മർഡോക്ക് ആയിരുന്നു ടെഡ് ടർണറുടെ ശത്രു. ടെഡ് ടർണർ CNN എന്ന വാർത്താ ഏജൻസി മാത്രമല്ല, സിനിമാ രംഗത്ത് മറ്റു പല മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചപ്പോൾ റൂപ്പർട്ട് മർഡോക്കുമായും ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. റൂപ്പർട്ട് മർഡോക്കിന്റെ ഫോക്സ് ന്യൂസ്, അത് ടെലിവിഷൻ രംഗത്ത് മർഡോക്കിന്റെ ഒരു സിഗ്നേച്ചർ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏറ്റുമുട്ടലിലൂടെ, പുതിയ ആശയങ്ങളുടെ ആവിഷ്കാരത്തിലൂടെ, മത്സരം എന്ന് പറഞ്ഞാൽ കഴുത്തറപ്പൻ മത്സരത്തിലൂടെയൊക്കെയാണ് ഇവർ ആധിപത്യം സ്ഥാപിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഫോക്സ് ന്യൂസ് തുടങ്ങി കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, ടൈം വാർണർ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ഈ നമ്മുടെ ടെഡ് ടർണർ മറുവശത്ത് നിന്നും ആ ഏറ്റുമുട്ടലിൽ പല കാര്യങ്ങളും നല്ല പോസിറ്റീവായ ഗുണപരമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാവുന്നത് പ്രപഞ്ച സൃഷ്ടി തന്നെയാണ്. പക്ഷെ നമ്മളാരും അന്നില്ലായിരുന്നു. നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളും ടെലിവിഷൻ ചാനലുകളും ക്യാമറയും ഒന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് അക്കാര്യം ആർക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ടെഡ് ടർണർ അല്പം ഫലിതത്തോടെയാണെങ്കിലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: ലോകാവസാനം വരെ ഞങ്ങൾ വാർത്താ സംപ്രേഷണം തുടർന്നുകൊണ്ടേയിരിക്കും, അൺടിൽ ദ വേൾഡ് എൻഡ്സ് എന്നാണ്. അത് സാധ്യമാകുമോ അല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇനി അവസാന നാളുകളിൽ അക്കാലത്ത് വാർത്താ റിപ്പോർട്ടിങ് ഉണ്ട് എന്നിരിക്കട്ടെ, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വാർത്താ വിതരണത്തിലെ, വാർത്താ ക്രമീകരണത്തിലെ പരമ്പരാഗതമായ എല്ലാ മാർഗങ്ങളും അതൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട്, ആ ചരിത്രം തന്നെ തിരുത്തി എഴുതിക്കൊണ്ടാണ് ആദ്യം റൂപ്പർട്ട് മർഡോക്കും പിന്നീട് ടെഡ് ടർണറും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് നാളെ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: സാഹസികരായ മാധ്യമ പ്രവർത്തകർ എല്ലാ കാലത്തും ഉണ്ടാകും. സാഹസികരായ മാധ്യമ പ്രവർത്തകർ സാഹസികമായി കാര്യങ്ങൾ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കും. അത് ഒരു സത്യം തന്നെയാണ്. അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ പീറ്റർ ആർനെറ്റിനെ പോലെയുള്ള റിപ്പോർട്ടർമാർക്കും ബെർണാഡ് ഷായെ പോലെയുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവിടെ അതിസാഹസികരായ, അതിസമ്പന്നരായ, മുതൽ മുടക്കാൻ മടിയില്ലാത്ത മാധ്യമ ഉടമകളും ഉണ്ടാവണം. അവരിലൂടെയാണ് മാധ്യമരംഗം സജീവമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റൂപ്പർട്ട് മർഡോക്കിനെ നമ്മൾ വിമർശിക്കാറുണ്ട്. റൂപ്പർട്ട് മർഡോക്കിനെ വിമർശിക്കുന്നത് പോലെ ടെഡ് ടർണറെ വിമർശിക്കാറുണ്ട്. നമുക്ക് എല്ലാ മാധ്യമങ്ങളെയും, മാധ്യമ പ്രവർത്തകരെയും മാത്രമല്ല, മാധ്യമ ഉടമകളെയും നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷെ ആ വിമർശനം എന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി, അങ്ങനെ പോസിറ്റീവ് ആയി ആണ് നമ്മൾ അതിനെ കാണേണ്ടത്. ആ മാധ്യമ വിമർശനം എന്നത് അതൊരു നെഗറ്റീവ് ആയ ഒരു സംഗതിയല്ല, ഒരു ഏർപ്പാടല്ല. അത് വളരെ പോസിറ്റീവായ ഒരു ഏർപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെ, ആധുനിക കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത്, ടെഡ് ടർണറുടെയും റൂപ്പർട്ട് മർഡോക്കിന്റെയും മത്സരവും ഏറ്റുമുട്ടലും, അതിലൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ള നവീനമായ ആശയങ്ങളും രീതികളും സമ്പ്രദായങ്ങളും, അതെല്ലാം മാധ്യമരംഗത്തിന് പൊലിമ നൽകുന്ന പുതിയ ചരിത്രമായി മാറിയിട്ടുണ്ട്. ആ ചരിത്രം നിലനിൽക്കുകയാണ്. ആ ചരിത്രം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനത്തിൽ പല പോരായ്മകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ പീറ്റർ ആർനെറ്റ് മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും സാഹസികനായ റിപ്പോർട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിയറ്റ്നാം യുദ്ധകാലം മുതൽ ആർനെറ്റിനെ നമുക്കറിയാം. പക്ഷെ ആ ആർനെറ്റ് ഒരു യുദ്ധരംഗത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പിരിച്ചുവിടപ്പെട്ടത്. മുതലാളിമാരുടെ
നമ്മൾ ഈ ടെഡ് ടർണറുടെ അല്ലെങ്കിൽ CNN മുതലാളിമാരുടെയൊക്കെ മനസ്സും രീതിയും എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. മാധ്യമപ്രവർത്തനത്തിലെ സാഹസികതയൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും നമുക്ക് പീറ്റർ ആർനെറ്റിനെ അല്ലെങ്കിൽ ബെർണാഡ് ഷായെ അല്ലെങ്കിൽ നിക് വുട്ടിനെ ഒക്കെ മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം അതിനുള്ള ഒരു പ്രവർത്തിക്കുന്നതിനുള്ള പരിസരം ഉണ്ടാക്കി കൊടുത്ത ടെഡ് ടർണറെയും റൂപ്പർട്ട് മർഡോക്കിനെയും കൂടി വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർ അന്തരിച്ചു. കേരള കൗമുദിയിൽ ദീർഘകാലം പ്രവർത്തിച്ച പരമേശ്വരൻ നായർ ഭരണസിരാ കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കിയ നിരവധി വാർത്തകൾ കണ്ടെത്തി ജനശ്രദ്ധയിലെത്തിച്ച ധീരനായ പത്രപ്രവർത്തകനായിരുന്നു. നിയമസഭാ റിപ്പോർട്ടിംഗിൽ അദ്ദേഹം സവിശേഷമായ ശൈലിക്കുടമയായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകർ ജീവിതം പറയുന്ന കേരള മീഡിയ അക്കാദമിയുടെ മൈ സ്റ്റോറി എന്ന പംക്തിക്ക് വേണ്ടി കുറച്ചുനാൾ മുൻപ് അദ്ദേഹം മനസ്സ് തുറന്നു. അതിലെ ഹൃദയസ്പർശിയായ ചില ഭാഗങ്ങൾ ഇനി കേൾക്കാം. മാധ്യമജാലകം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രി ആയിരിക്കുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. തമാശ ആയിരുന്നു അത്, അത്രയേ ഉള്ളൂ. അതായത് ഞാനൊരു പുസ്തകം എഴുതി, നിയമസഭ ചരിത്രം ധർമ്മം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയി. അന്ന് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്നതിൽ സ്പീക്കറിൻ്റെ സ്ഥാനത്ത് വിട്ടുവീട്ടിൽ പോയിട്ടില്ല, അങ്ങനെ എന്തുകൊണ്ട്. അപ്പോൾ പണ്ട് സ്പീക്കറുടെ വീടാണ് കിട്ടിയത് അദ്ദേഹം ഇരിക്കാൻ. അപ്പോൾ ഞാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്ന് പിന്നെ അപ്പോൾ ഒരു ടീപ്പായി ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ കസേരയിട്ട് ഇതിന് ചായയൊക്കെ തന്നു കുടിച്ചു. ഇയാളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു. അന്ന് ഞാൻ കേരളത്തിൽ വിട്ടു കേട്ടാണ്. അതിന് ലേഖനങ്ങളൊക്കെ എഴുതി കൊടുക്കും. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, എൻ്റെ സ്റ്റാഫിൽ വരുത്തും മഹാമോശം, KG വാ, വലിയ 10-12,000 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചായ കുടിച്ചുകൊണ്ട് ഈ കപ്പ് ടീപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്ത് സാറ് ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കപ്പ് ഇങ്ങനെ കളിച്ചിരുന്നു. ഇയാൾ കുറേ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എൻ്റെ പിന്നെ ഇയാൾ എന്തോന്ന് ചെയ്യുന്നത് പറ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു. നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അതെന്തോ ചോദിക്കാതിരിക്കണേ, ചീപ്പായിട്ട് അപ്പുറത്ത് ഞാനും ഇപ്പുറത്ത് ഞാനും അല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിനകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. എന്തോന്ന്? അല്ല, നിങ്ങളുടെ സ്റ്റാഫ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ആലോചിച്ച് ഇയാൾ മോശമല്ലല്ലേ? അവൻ മോശമായിട്ടുള്ളതല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പത്രപ്രവർത്തകർക്ക് ഞങ്ങൾക്കൊരു വിലയുണ്ട്, അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ വലിയ സന്തോഷമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം, ഒരു ദിവസം ഞാൻ സിറ്റി ഓഫീസിൽ നമ്മളിരിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു മനുഷ്യൻ കയറി വന്നു. വളരെ പ്രാകൃതം. അപ്പം ചോദിച്ചത് സാറേ പിന്നെ ഞാൻ എൻ്റെ കണ്ണാശുപത്രിയിൽ നിന്ന് വരികയാണ്, അവൻ എന്ത് വേണം? ഞാൻ വല്ല വാർത്തയും കൂടെ അല്ല, എൻ്റെ ഭാര്യയുടെ കണ്ണ് മാറി ഓപ്പറേറ്റ് കീറിക്കളഞ്ഞു, അതുകൊണ്ട് പിന്നെ ഒരു നിവൃത്തിയില്ല, എനിക്ക് ഞാൻ പാവമാണ്, ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ മന്ത്രിമാരാരെയും കണ്ടിട്ട് വല്ല സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കണ്ടെങ്ങനെ മാറിയത് കഴിയും? അതെനിക്ക് അറിഞ്ഞുള്ളൂ സാറ്, അതിൽ കണ്ടു മാറിയാണ് ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓരോ ഡോക്ടർമാരും പറഞ്ഞു. ശരി, ഞാനൊരു 50 രൂപ എടുത്ത് കൊടുത്തു പറഞ്ഞു, ഇയാൾ ഭാര്യയ്ക്ക് മരുന്ന് വല്ലതും വാങ്ങിച്ച് കൊടുക്കും, ഞാൻ നോക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തു. സെർച്ച് നമ്മൾ പരതയിലുള്ളല്ലോ വാർത്ത കേട്ടി, പരതി വാങ്ങിയപ്പോൾ സംഗതി ശരിയാണ്. ഞാൻ വാർത്ത എഴുതി കൊടുത്തു. പിറ്റേ ദിവസം കേരളത്തിൽ നല്ല പിന്നെ ഇത് ബൈലൈൻ ഇട്ട് കണ്ടുമാറി കൊടുത്തു. ഒരു 10 മണി ആയപ്പോൾ അന്ന് ഇങ്ങനെ വക്കം പുരുഷോത്തമൻ പിന്നെ ഇത് ഹെൽത്ത് മിനിസ്റ്ററാണ്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ മിനിസ്റ്റർ പത്രസമ്മേളനം വെച്ചിരിക്കുകയാണ്, എല്ലാവരും 10:30 വരണം. ഞാൻ എന്താ അതൊന്നും ഞാൻ കേട്ടോ, 10:30 വരണം എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ എനിക്കൊരു അത് കേട്ടപ്പോൾ ഇതേടാ, എൻ്റെ വാർത്ത തെറ്റിയാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത തെറ്റിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എൻ്റെ നഷ്ടപ്പെടും പോലെയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പത്രസമ്മേളനത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കും. അന്ന് ഫ്രണ്ട് ഇരുന്നില്ല, ബാക്കിൽ കയറിയിരുന്ന്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് 2-3 പേപ്പറുമായിട്ട് കയറി വന്ന്, എന്നെന്ത് ബാക്കിൽ കയറി ഇരിക്കുന്നത്?
ഞാൻ പറഞ്ഞു വരാൻ താമസിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയായപ്പോൾ ഞാനങ്ങ് തളർന്നു പോയി, ഇത്ര വിഷമത്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്ത നിങ്ങളെ കണ്ടിരിക്കുമായിരിക്കും കേരളോപതിയിൽ. നമ്മളങ്ങനെ അത് വായിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഒരു 2 പീരീഡ് ഉണ്ടായിരുന്നു. ഇത്ര ആ 2 പീരീഡ് നമുക്ക് ഉൾക്കണ്ടയാണ്, നമ്മൾ കൊടുത്ത വാർത്തയല്ലേ, തെറ്റിപ്പോയോ? അങ്ങനെ പറഞ്ഞ് ഈ വാർത്ത ശരിയാണ്. പക്ഷേ ഒരു ഡോക്ടർ, ഒരു സ്ത്രീയാണ് ഡോക്ടർ, അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ആശ്വാസം അതാണ്. പിന്നെ എനിക്ക് നിയമസഭയിൽ വെച്ചുകൊണ്ടൊരു സംഭവം, KT ജോർജ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു. വളരെ ആഭിജാത്യമുള്ള ഒരു നേതാവാണ്. ആരോടും പ്രതിപക്ഷക്കാർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു സ്വറ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്ന് ഒരു നിയമസഭ, അപ്പോൾ ഈ നിയമസഭ 0 അവർ എന്നൊരു ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാ ചാനൽ MLA-മാരെല്ലാവരും ചായ കുടിക്കാനൊക്കെ ഇറങ്ങും. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, കാഫി ഹൗസിൻ്റെ. അപ്പോൾ ഒരു ദിവസം കാപ്പി ഞാനും എൻ്റെ ഒരു സുഹൃത്താണ്, പിന്നെ ഹിന്ദുവിലെ കറസ്പോണ്ടായിരുന്ന സുബ്രഹ്മണ്യ രാമസ്വാമി, ഞങ്ങൾ 2 പേരും കൂടി പിന്നെ ചായ കുടിച്ചുകൊണ്ടിരുമ്പം ഇന്ത്യ നിയമസഭയുടെ പുറത്തെ തളത്തിൽ പിന്നെ കുറച്ച് ചില MLA-മാരും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തമാശ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ ചായ പാനീയ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ്, അപ്പോൾ അസംബ്ലി 0 അവർ തീരാറായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ബില്ല് അവതരിപ്പിക്കണം. അപ്പോൾ അത് ഞാൻ ഓർത്തിട്ട് പറഞ്ഞു, പിന്നെ സമയമായി പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സെറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പോകാൻ സമയമായി, ഈ അവസാനത്തെ വരി കൂടെ ഞാൻ വലിച്ചോട്ടെ എന്നുകൊണ്ട് ഞാൻ വലിച്ചിട്ട് കയറി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളും പുറകെ പോയി ചെന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചിട്ട് എനിക്ക് അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശബ്ദം നിലച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ഡെസ്കിൻ്റെ പുറത്തുനിന്ന് മറിച്ച് വീഴുകയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഡ്യൂട്ടി ഡോക്ടറുണ്ട്. അങ്ങനെ ഓടി വന്ന് വലിയൊരു സ്ഥാപിച്ചു. ഇതാണ് അച്ചുവൻ്റാണ് മുഖ്യമന്ത്രി. ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഉടനെ തന്നെ എൻ്റെ സെറിബ്രൽ ഹെമറേജാണ്, മസ്തിഷ്ക ദാസമാണ്, അതുകൊണ്ട് ഉടനെ ആശുപത്രി. അപ്പം തന്നെ അങ്ങനെ കൊണ്ടുപോയി. 2:30 ആയപ്പോൾ അദ്ദേഹം മരിച്ചായി വാർത്ത വന്നു. എന്നോട് പോകാൻ സമയമായെന്ന് പറയുകയും അവസാനത്തെ വലികൾ വലിച്ചോട്ടെന്ന് പറഞ്ഞു അറം പറ്റിയതുപോലെ എന്നെ പറഞ്ഞ് അന്ന് കരഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എങ്ങനെ പറഞ്ഞുണ്ട്. പോയ വാരം മാധ്യമങ്ങളിൽ ദൃശ്യമായ വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം അധ്യാപകൻ B. ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വ്യത്യസ്ത കാഴ്ചകളാണ് പോയ വാരം മാധ്യമങ്ങളിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ VD സതീശൻ, മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറിയ പിണറായി വിജയനെ വീട്ടിൽ പോയി കണ്ട ദൃശ്യവും മാധ്യമങ്ങളിൽ കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകർക്കൊപ്പം സെൽഫി എടുക്കുന്ന VD സതീശന്റെ ചിത്രവും പത്രങ്ങളിൽ കണ്ടു. ചുറ്റും ഒരുപാട് പത്രഫോട്ടോഗ്രാഫർമാർ ഉള്ള സമയത്ത് അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു വ്യത്യസ്ത വാർത്താചിത്രം ഒപ്പിയെടുക്കുമ്പോഴാണ് പത്രഫോട്ടോഗ്രാഫർ അന്നത്തെ താരമാകുന്നത്. പോയ വാരം കേരളത്തിലെ പത്രഫോട്ടോഗ്രാഫർമാരിൽ താരമായത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ BP ദീപുവാണ്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അഭിപ്രായ ശേഖരണം നടത്തിയ ശേഷം KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വന്ന AICC പ്രതിനിധിയുടെ കയ്യിലെ രഹസ്യരേഖ ക്യാമറയിൽ ഒപ്പിയെടുത്ത് പത്രത്തിൽ കൊടുത്ത ഫോട്ടോഗ്രാഫർ ദീപുവിന് പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമായിരുന്നു. കർണാടകയിലെ കുടക് ജില്ലയിലെ ആന പരിപാലന കേന്ദ്രത്തിൽ 2 ആനകൾ തമ്മിലുണ്ടായ ആക്രമണത്തിന്റെ ഇടയിൽപ്പെട്ട് ഒരു വിനോദസഞ്ചാരി കൊല്ലപ്പെട്ടു. ആനയുടെ ആക്രമണത്തിന്റെ ഒരു ചിത്രവും വീഡിയോയും മാധ്യമങ്ങളിൽ കണ്ടു. ഇസ്രായേൽ യുദ്ധത്തിന്റെ ഫലമായി ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പെട്ടുപോയ കുട്ടികൾ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന ദൃശ്യം
മാധ്യമങ്ങളിൽ കണ്ടു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ ഫലമായി ഡീസൽ, പെട്രോൾ വില വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് കെനിയയിൽ സമരം നടത്തിയവരിൽ 4 പേർ കൊല്ലപ്പെട്ടു. റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി പുറത്തുവിട്ട സമരത്തിൻ്റെ വ്യത്യസ്ത കാഴ്ചകൾ മാധ്യമങ്ങളിൽ കണ്ടു. ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിൽ നിന്ന് അതിസാഹസികമായി ജോലി ചെയ്യുന്ന എല്ലാ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഭാഷയ്ക്ക് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും സംഭാവന ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ശീലമാണ്. ഭരണമാറ്റത്തിന്റെ വാർത്തകൾക്ക് ഒപ്പം വരുന്ന ചില പുതുഭാഷാ പ്രയോഗങ്ങളെ പറ്റിയാണ് വാക്കിലെ ശരിയിൽ SB പ്രിൻസ് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ 2 വാക്കുകളുമായുള്ള പരിചയം നമുക്ക് വെറുതെ ഒന്ന് പുതുക്കാം. ഒരു വാക്ക് നിയോളജിസം, മറ്റേത് ഇപ്പോണിമി. നിയോളജിസം എന്നാൽ ഒരു ഭാഷയിൽ പുതിയ വാക്ക് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പദസൃഷ്ടിക്ക് ഉള്ള ഒരു വാക്കാണ് നിയോളജിസം എന്നത്. പുതിയതായി വരുന്ന വാക്കുകളെയും നിയോളജിസം എന്ന് പറയാറുണ്ട്. വേണമെങ്കിൽ പുതുവാക്ക് എന്നും പറയാം. നിലവിലുള്ള വാക്കുകൾക്ക് പുതിയ അർത്ഥം കൈവരുമ്പോഴും അതിനെയും നിയോളജിസം എന്ന് പലരും വിളിക്കാറുണ്ട്. നമ്മുടെ ഭാഷയിൽ ഒരുപാട് വാക്കുകൾക്ക് അങ്ങനെ അർത്ഥം മാറിയിട്ടുണ്ട്. പൊളി, കിടു, കിടിലം, അങ്ങനെയൊക്കെയുള്ള പല വാക്കുകൾക്കും പുതിയ അർത്ഥം കൈവന്നിട്ടുണ്ട്. ഈയിടെയായി പത്രങ്ങളിലൊക്കെ ഒരു ശീർഷകം കാണുന്നുണ്ട്, രക്ഷാപ്രവർത്തനം. അതും ഇതുപോലെ അർത്ഥം മാറി വന്ന ഒരു പ്രയോഗമാണ്. ഒരു രക്ഷയില്ലാത്ത അർത്ഥമായി പോയി എന്ന് മാത്രം. രണ്ടാമത്തെ വാക്ക് ഇപ്പോണമി എന്നത്, ഇപ്പോണമസ് എന്നൊക്കെയുള്ള വാക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണിത്. അതായത് ഒരു വാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പേരിൽ നിന്ന് പുതിയൊരു പ്രയോഗം ഉടലെടുക്കുന്നതിനാണ് ഇപ്പോണമി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ആളുകളുടെ പേരിൽ നിന്നാണ് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനെ കുറിച്ച് പറയുമ്പോൾ റീഗണോമിക്സ് എന്ന് പലരും പറയാറുണ്ട്. ഒബാമയെക്കുറിച്ച് പറയുമ്പോൾ ഒബാമ കെയർ എന്ന് പറയാറുണ്ട്. മാർഗരറ്റ് താച്ചറെ കുറിച്ച് പറയുമ്പോൾ താച്ചറിസം എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലും ഗാന്ധിസമുണ്ട്, നെഹ്റുവിസമുണ്ട്, പറഞ്ഞ് ഒടുവിൽ ചാണ്ടിസം, ബേബിസം, ലാലിസം വരെ എത്തിനിൽപ്പുണ്ട്. ഇപ്പോണമി എന്ന പദസൃഷ്ടിയെക്കുറിച്ച് നാം ഓർക്കുന്നത് ചില പേരുകൾ ഇതുപോലെ വാർത്തയിൽ വരുമ്പോഴാണ്. വാർത്ത എഴുതുമ്പോൾ ആ പേര് വെച്ച് ശീർഷകങ്ങളുണ്ടാകും. അങ്ങനെ പുതിയ പദസൃഷ്ടിയും നടന്നിരിക്കും. ഇപ്പോൾ കേരളത്തിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമാണ്. പുതിയൊരു മന്ത്രിസഭ അധികാരമേറ്റു. പുതിയ ഭരണാധികാരികൾ വന്നപ്പോൾ അവരുടെ പേര് വെച്ചുള്ള വാർത്തകൾ, ശീർഷകങ്ങളൊക്കെ പതിവായി തുടങ്ങി. മുമ്പൊരിക്കൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അമരത്തേക്ക് വന്നപ്പോൾ മിന്നൽ പിണറായി എന്ന് ഒരു പത്രം എഴുതിയത് ഓർമ്മയുണ്ട്. ഇത്തവണ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു പത്രത്തിലെ ശീർഷകം ഇങ്ങനെയായിരുന്നു, വിടിമിന്നൽ എന്ന്. മലയാള മനോരമയിൽ വിടിമിന്നലായിരുന്നെങ്കിൽ മാതൃഭൂമിയിൽ ജനകീയ VD എന്നായിരുന്നു. ജനകീയ വിധി എന്നൊക്കെ പറയുന്നതിന് പകരം VD എന്ന് ആ ഇനിഷ്യൽ ചേർത്ത് ഒരു ശീർഷകം. മാതൃഭൂമിയിൽ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, കേരളം ഇനി VD ലാൻഡ് എന്ന്, വീഗാലാൻഡ് എന്നൊക്കെ പറയും പോലെയാണെന്ന് തോന്നുന്നു. ജനവിധി എന്നാണ് മാധ്യമം എഴുതിയിരിക്കുന്നത്. ജനവിധി എന്നൊക്കെ പറയുന്നതിന് പകരം ഉള്ള ഒരു പ്രയോഗം. മലയാള മനോരമയിൽ ഇംഗ്ലീഷ് കൂടി ചേർത്ത് VDS എന്ന് ഒരു പ്രയോഗം കണ്ടിരുന്നു. ടീം VDS എന്നത് പല സ്ഥലത്തും കണ്ട ഒരു പ്രയോഗമാണ്. കേരള കൗമുദിയിലാകട്ടെ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ രൂപത്തിലാണ് മന്ത്രിസഭയിൽ അംഗങ്ങളാകുന്നവരെയൊക്കെ നിർത്തിയിരുന്നത്. ഒന്നിച്ചൊന്നായി എന്നായിരുന്നു കേരള കൗമുദിയിലെ അല്പം വ്യത്യസ്തമായ ഒരു ശീർഷകം. ഇതിലൊന്നിലും പെടാത്ത ഒരു ശീർഷകമായിരുന്നു ദേശാഭിമാനിയിൽ വന്നത്, ഒടുക്കം സതീശൻ എന്ന്. പേരും ഇനിഷ്യലും വെച്ചുള്ള പ്രയോഗങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. വിന്നർ ഡിയർ സതീശൻ എന്നായിരുന്നു കേരള കൗമുദിയിലെ ഒരു കണ്ടെത്തൽ. നിലപാടുകളുടെ സതീശൻ എന്നൊരു ശീർഷകം മലയാള മനോരമയിൽ കണ്ടിരുന്നു. അതിൽ തീ എന്ന അക്ഷരത്തിന് മാത്രം വേറൊരു നിറം. VDS എന്നും VD യൂണിവേഴ്സ് എന്നൊക്കെ പല സ്ഥലത്ത് ഇതുപോലെ കണ്ടിരുന്നു. നിയോളജിസത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരു സ്ഥലത്ത് ഹൈക്കമാൻഡിന് പകരം ജനകമാൻഡ് എന്നൊരു പ്രയോഗവും കാണാനായി. വാക്കുകൾ മാത്രമല്ല, ചില മുദ്രാവാക്യങ്ങളും ഇതുപോലെ പുതിയതായി വന്നെന്നിരിക്കും. അത് പലപ്പോഴും പത്രത്തിലെ വാർത്തയിലെ ശീർഷകത്തിൽ നിന്ന് തന്നെയാകും തുടങ്ങുന്നത്. അതിവേഗം പുതുഭരണം എന്നൊരെണ്ണം ഈയിടെ കണ്ടിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനി പല മുദ്രാവാക്യങ്ങളും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മന്ത്രിസഭയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ശീർഷകം കൂടി പറയാതെ നിവൃത്തിയില്ല. 3 കൽപ്പിച്ച് എന്നാണ് മലയാള മനോരമയിൽ കണ്ടത്. 2 കൽപ്പിച്ചെന്നാണ് സാധാരണമായിട്ട് മലയാളത്തിൽ പറയുക. ഇത് 3 പേരുകൾ ഉണ്ടായിരുന്നുകൊണ്ടാവാം 3 കൽപ്പിച്ച് എന്നൊരു ശീർഷകം വന്നത്. മറ്റൊരിടത്ത്
മന്ത്രിചിത്രം ഇന്ന് തെളിയും എന്ന് കണ്ടിരുന്നു. അത് പെട്ടെന്ന് കാണുമ്പോൾ അല്പം അസ്വാഭാവികമായി തോന്നി. മന്ത്രി എന്ന വാക്കിന് ശേഷം ഒരു കോളൻ അല്ലെങ്കിൽ ഒരു വരയുണ്ടെങ്കിൽ കാര്യം കുറേ കൂടെ തെളിഞ്ഞു പോയേനെ. കശ്മീരിൽ പെഹൽഗാമിൽ കഴിഞ്ഞ വർഷം നടന്ന കൂട്ടക്കൊലയെ പറ്റിയുള്ള വാർത്തകൾ നാം എല്ലാം ഓർത്തിരിക്കുമല്ലോ. ആ സംഭവത്തിൻ്റെ വാർഷികം ഈയിടെ പത്രങ്ങളിൽ വാർത്തയായി വന്നിരുന്നു. ഒരു വർഷം മുമ്പ് ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഒരു പത്രം എഴുതിയിരുന്നത് സിന്ദൂരം മായ്ച്ച കൂട്ടക്കൊല എന്നായിരുന്നു. അവിടെ മായ്ച്ച എന്ന വാക്കിന് ച ഇരട്ടിക്കാതെയുള്ള ഒരു എഴുത്തായിരുന്നു കണ്ടത്. ഒരു വർഷത്തിന് ശേഷം ആ ദിവസത്തെ അനുസ്മരിക്കുന്ന വാർത്തയിലും ഇതുപോലെ തന്നെ മായ്ച്ചു എന്നതിന് ച ഇരട്ടിക്കുന്നില്ല. മറ്റ് പല വാക്കുകളിലും അവർ ച ഇരട്ടിച്ച് എഴുതാറുണ്ട്. എന്തുകൊണ്ടാണ് മായ്ച്ചു എന്ന വാക്കിൽ നിന്ന് ആ ചായയുടെ ഇരട്ടിപ്പ് ഇവർ മായ്ക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. അതൊട്ട് മലയാളത്തിൻ്റെ രീതിയല്ല താൻ. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.